ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ചായക്കടയിലെ ബോണ്ടയുടെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ട വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 ഏലക്ക കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. 1/2 കപ്പ് അളവിൽ മൈദയും കൂടെ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളമാണ് ചേർത്തെടുത്തിട്ടുള്ളത്. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും. നമുക്ക് കയ്യിൽ കുറേശ്ശായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുറേശ്ശായിട്ട് മാവ് ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കട ടേസ്റ്റിലുള്ള ബോണ്ട റെഡി ആയി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.